ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പകർത്തി സാഗർ മഞ്ജുവിന് അയച്ചു കൊടുക്കുകയും മഞ്ജു അതെല്ലാം കാണുകയും ചെയ്യുന്നു. ഇതോടുകൂടി മഞ്ജുവിന് കലി തുള്ളുകയാണ്. അങ്ങനെ മേഘൻ അവിടേക്ക് കയറി വരുമ്പോൾ മേഘൻ്റെ കരണം നോക്കി തന്നെ മഞ്ജു ഒരെണ്ണം കൊടുക്കുകയും താലിമാലയെല്ലാം വലിച്ചു പൊട്ടിച്ച് മേഘൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് മഞ്ജു ആണെങ്കിൽ കമലേഷൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. കലങ്ങിയ കണ്ണുകളോടെ കയറി വരുന്ന മഞ്ജുവിനെ കണ്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? വീണ്ടും മേഘനായിട്ട് വല്ല പ്രശ്നമുണ്ടാക്കിയിട്ടാണോ നീ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഞ്ജു പറയുന്നുണ്ട്, ഇനി വയ്യമ്മേ, എനിക്ക് അയാളോടൊപ്പം ജീവിക്കാൻ. എൻ്റെ കണ്ണേട്ടനും ഏട്ടത്തിയും പറഞ്ഞത് തന്നെയായിരുന്നു സത്യമെല്ലാം. അവർ പറഞ്ഞത് എനിക്ക് അന്ന് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അതേസമയം ദുർഗ പറയുന്നു, നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത്? കണ്ണനും ആ മഹാലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നീ നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കല്ലേ എന്നെല്ലാം പറയുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അമ്മേ, ഞാനിത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമൊന്നുമല്ല. ഒരുപാട് ആലോചിച്ച് അതിൻ്റെ കാരണങ്ങളും തെളിവുകളും സഹിതം ഞാൻ കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. അതേസമയം കരുണ അവിടേക്ക് വരുന്നുണ്ട്. എൻ്റെ ദുർഗാമ്മയോട് പറയുന്നുണ്ട്, ഇത് നോക്കി അമ്മേ, മേഘേടനെ കുറിച്ചുള്ള ന്യൂസാണ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അമ്മ ഒന്ന് നോക്കുകയെന്ന് പറഞ്ഞു. അതെല്ലാം കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ മാനസയുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം അതിലൂടെ കാണുന്നു. ദുർഗ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. എന്താ മോളെ, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്നെല്ലാം മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് ദുർഗ. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ ആ വീട് വിട്ട് പോരാൻ കാരണം ഇതുതന്നെയാണ് എൻ്റെ അമ്മേ. അയാൾക്ക് മാനസ എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ടൊരു ബന്ധവുമുണ്ട്. അതിലുപരി അതിലൊരു കുട്ടിയുമുണ്ട് അവർക്കെന്ന് കേൾക്കുന്നതോട് ദുർഗയും കരുണയും എല്ലാം ഞെട്ടി നിൽക്കുകയാണ്. ഇതെല്ലാം ഞാൻ തെളിവ് സഹിതം കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നോണയല്ല അമ്മേ, സത്യമായ കാര്യങ്ങൾ തന്നെയാണെന്ന് അറിയിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന ദുർഗക്ക് ആകെ കലി തുള്ളുകയാണ്. വാമേട്ടനും കൂടെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു ചതി നടന്നതെന്ന് എനിക്ക് അയാളോട് ചോദിക്കണമെന്നെല്ലാം ദുർഗയും പറയുന്നുണ്ട്. ആ കണ്ണനും മഹാലക്ഷ്മിയും എത്ര പ്രാവശ്യം നമ്മളോട് പറഞ്ഞാണ് ഈ കല്യാണം നടക്കരുതെന്നും മേഘൻ അത്ര ശരിയല്ലെന്നും പറഞ്ഞിട്ട് നമ്മളതൊന്നും വിശ്വസിച്ചില്ലല്ലോ മോളെ. എന്നിട്ട് ഇപ്പോൾ നമുക്കൊരു വലിയ അബദ്ധം പറ്റിയല്ലോ എന്നും പറഞ്ഞ് ദുർഗ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, ഈ മാനസയുമായിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമൊന്നുമല്ല അമ്മേ. അയാൾക്ക് ഒരുപാട് നാളത്തെ ബന്ധമുണ്ട് മാനസയുമായിട്ട്. എന്നെ അയാളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് എൻ്റെ സ്വത്തുക്കൾ മാത്രം കണ്ടിട്ട് തന്നെയാണ്. ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നെ അയാൾ മനഃപൂർവ്വം ഈ ചതിയിലോട്ട് വലിച്ചു കൊണ്ട് പോയതെന്നെല്ലാം മഞ്ജു പറഞ്ഞിട്ട് ആകെ വിഷമിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ദുർഗയ്ക്ക് സഹിക്കാനാവാതെ നിൽക്കുകയാണ്. പിന്നീട് ദുർഗയാണ് പറയുന്നുണ്ട്, ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും പിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തു, അതിനെല്ലാം എനിക്ക് തന്നെ എൻ്റെ മകളുടെ ജീവിതത്തിൽ കൊണ്ട് തന്നെ എനിക്ക് തിരിച്ചടി കിട്ടിയല്ലോ എന്നും പറഞ്ഞ് ദുർഗ പൊട്ടിക്കരയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മഞ്ജു പറയുന്നു, എൻ്റെ കണ്ണേട്ടൻ്റെ കാലിൽ വീണ് എനിക്ക് എല്ലാത്തിനും തെറ്റിനും മാപ്പ് പറയണം എന്നെല്ലാം മഞ്ജു പറയും. എൻ്റെ കണ്ണേട്ടനും അതുപോലെ ഏട്ടത്തിക്കും ഒരാപത്തുണ്ടാവാമെന്നോ ഒരു പ്രവൃത്തിക്കും ഞാനിനി ആരുടെ കൂട്ടും നിൽക്കില്ല എന്നും മഞ്ജു പറയുന്നു. ഇതെല്ലാം കേൾക്കുന്നു ദുർഗ പറയുന്നുണ്ട്, കണ്ണൻ വരട്ടെ മോളെ, അവൻ വന്നിട്ട് നമുക്ക് ഇതിനൊരു പരിഹാരം എന്തായാലും ഉണ്ടാക്കാമെന്ന് പറയുന്നു. അതേസമയം ദുർഗ പറയുന്നുണ്ട്, ആ മഹാലക്ഷ്മി വെറും പാഴ്വാക്കു പറഞ്ഞതല്ല. ആ മഹാലക്ഷ്മിയെയും ഈ മേഘൻ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ എനിക്ക് സത്യമാണെന്ന് തോന്നുന്നു എന്നെല്ലാം പറയുന്നു. സമയം കരുണ ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, അതെല്ലാം തെറ്റിദ്ധാരണയായിരിക്കും. ഒരിക്കലും മേഘേട്ടൻ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനൊന്നും അല്ല എന്നെല്ലാം പറയും. മഞ്ജു പറയും, നിർത്ത് ഏട്ടത്തി, എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഇത് ഉണ്ണിയേട്ടനാണ് ഇങ്ങനെ ഒരു പെണ്ണ് കേസിൽ പെടുകയും ഉണ്ണിയേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഏട്ടത്തി ഇങ്ങനെയാണോ പ്രതികരിക്കുന്നതെന്നെല്ലാം ചോദിക്കുന്നതോടുകൂടി കരുണ ആകെ വല്ലാണ്ടാവുന്നുണ്ട്. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടനെ നമ്മൾ എന്തെല്ലാം ഉപദ്രവിച്ചു, ആ ഒരു വലിയ മനസ്സ് നമ്മൾ കാണാണ്ട് പോയല്ലോ അമ്മേ. കണ്ണേട്ടനെ നമ്മൾ എന്തെല്ലാം തരത്തിൽ ഉപദ്രവിച്ചിട്ടും അദ്ദേഹം നമ്മളോട് ഒരു ഇതുപോലും തിരിച്ച് കാട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമല്ലോ ഇതിനെല്ലാം. പക്ഷെ അങ്ങനെയൊന്നും കണ്ണേട്ടൻ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഇനിയെങ്കിലും ആ കണ്ണേട്ടൻ്റെ നല്ല മനസ്സ് അമ്മയും കാണണമെന്ന് മഞ്ജു ദുർഗയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ദുർഗയുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകുന്നത് കാണിക്കുന്ന നല്ല എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.